കേരളത്തിലെ കോൺഗ്രസ് എം പിമാരെല്ലാം അമിത പ്രതീക്ഷയിലും അമിത ആഹ്ലാദത്തിലുമാണ്. കാരണം 2026 കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നും അതിനോടൊപ്പം തന്നെ ഈ നിയമസഭകളിൽ മത്സരിക്കാം, എം പി സ്ഥാനം അങ്ങനെ നിൽക്കും. അഥവാ ഇവിടെ മത്സരിച്ച് തോറ്റാൽ പിന്നെ അതും തുടരാം, ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ അത് രാജിവെക്കാം. കാരണം ദേശീയ തലത്തിൽ ഇനി നിന്നിട്ട് യാതൊരു കാര്യവുമില്ല. ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ട് കോൺഗ്രസിനെ നയിക്കാനൊന്നും പ്രാപ്തനല്ല. അത് ചുമ്മാ പേക്കൂത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് കേരളത്തിലെ കോൺഗ്രസ് എം പിമാർക്ക് നന്നായിട്ടറിയാം. തരൂര് പറഞ്ഞ കാര്യങ്ങളൊക്കെ മറ്റു കോൺഗ്രസ് എം പിമാരും മനസ്സുകൊണ്ട് സമ്മതിക്കുന്ന കാര്യമാണ്, പുറമേ പറയുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഹൈക്കമാൻഡിനും പക്ഷേ ഇവരെ ഒക്കെ തന്നെ ഈ എം പിമാരെ ഇവിടെ നിർത്തി മത്സരിപ്പിക്കാനാണ് താല്പര്യം. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ യുവ നേതൃത്വത്തെ അങ്ങോട്ട് ഇറക്കിയാൽ ഒരു പരീക്ഷണത്തിനില്ല. മറ്റവരാവുമ്പോൾ പരിചയസമ്പന്നരാണ്, അവരിലുള്ള ഒരു വിശ്വാസ്യതയുണ്ട്. അത് വെച്ചുകൊണ്ട് മണ്ഡലം നിലനിർത്തി അധികാരത്തിൽ വരാൻ നോക്കാം. കാരണം കേരളത്തിൽ കൂടി അധികാരം കൈവിട്ടു പോയാൽ 2026 പിന്നെ ഇനി ഇല്ല, തീർന്നു, കുഴി തോണ്ടിയാൽ മതി. ആ അവസ്ഥയിലാണ് കോൺഗ്രസ്. UDF തീരും. അവരൊക്കെ മറ്റു പ്രാദേശിക പാർട്ടികളൊക്കെ പല വഴികളിലൂടെ പോവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഈ മുതിർന്ന കോൺഗ്രസ് എം പിമാർക്കൊക്കെ ഇപ്പോൾ ആഗ്രഹം കേരളത്തിൽ വന്ന് ജയിച്ച് ഒരു മന്ത്രിയാകുക എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കിക്കേ, കണ്ണൂരിൽ നിന്നുള്ള എം പി സുധാകരനും ഇവിടെ മന്ത്രിയാകണം, എന്തിന് മുഖ്യമന്ത്രിയാകാനും യോഗ്യനാണ്. അദ്ദേഹം കണ്ണൂരിൽ നിന്ന് മത്സരിക്കുമെന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ പത്തനംതിട്ടയുടെ എം പി ആയ ആന്റോ ആന്റണി, അദ്ദേഹത്തിൻ്റെ പേരിടയ്ക്ക് KPCC അധ്യക്ഷ പദവിയിലേക്ക് വരെ വന്നതാണ്. അദ്ദേഹത്തിനെ ആറന്മുള മണ്ഡലത്തിൽ നിർത്താനാണ് പാർട്ടി ആലോചിക്കുന്നത്. ആറന്മുളയിൽ വീണ ജോർജിനെതിരെ ശക്തമായ വികാരം നിൽക്കുന്നുണ്ട്. ഭരണത്തിൻ്റെ പ്രതിച്ഛായ തന്നെ കളഞ്ഞുകുളിച്ച ഒരു വകുപ്പാണ് ആരോഗ്യം. അതുകൊണ്ട് വീണ വിജയനെതിരെയും ഭരണത്തിനെതിരായുള്ള ഒരു തരംഗം അവിടെ നിൽക്കുന്നുണ്ട്. വീണ വിജയനല്ല, വീണ ജോർജ്. അപ്പോൾ അതുപോലെ തന്നെയാണ് കൊടിക്കുന്നിൽ സുരേഷ് നിരവധി തവണ MP ആയിട്ടിരുന്ന് ഇനി അവിടെ നിന്നിട്ട് ഒരു പ്രയോജനവുമില്ല, ഈ പാർട്ടി ഗുണം പിടിക്കാൻ പോകുന്നില്ല എന്ന് കൊടിക്കുന്നിലിനും അറിയാം. ഈ പാർട്ടിയിലൂടെയാണ് എല്ലാം നേടിയത്. ഇടയ്ക്ക് KPCC അധ്യക്ഷ പദവി വരെ നോട്ടമിട്ടു, ജാതി കാർഡ് വരെ എടുത്തു നോക്കി, പക്ഷെ നടന്നില്ല. അതുകൊണ്ട് ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ച് കേരള രാഷ്ട്രീയത്തിൽ വന്ന് ഇനി ഒരു മന്ത്രിയായി ചമയാം എന്നൊക്കെയാണ് കൊടിക്കുന്നിൽ ആഗ്രഹിക്കുന്നത്. അടൂർ മണ്ഡലത്തിൽ മത്സരിക്കാം. അടൂരിലെ സംവരണ മണ്ഡലമാണ്. CPIയുടെ ചിറ്റയം ഗോപകുമാറാണ് അവിടുത്തെ ഇപ്പോഴത്തെ MLA. ചിറ്റയം ഗോപകുമാർ ഇപ്പോൾ CPIയുടെ ജില്ലാ സെക്രട്ടറിയായി മാറി പത്തനംതിട്ട ജില്ല. അപ്പോൾ മത്സര സാധ്യത ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇടയ്ക്ക് ജയിച്ച ഷാഫി പറമ്പിൽ, വടകരയിൽ നിന്ന് ജയിച്ച ഷാഫി പറമ്പിലിനും താല്പര്യമുണ്ടായിരുന്നില്ല വടകരയിൽ നിൽക്കണമെന്ന്. പാർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ച് നിന്നതാണ്. അങ്ങനെ ഷാഫി പറമ്പിൽ വീണ്ടും വന്ന് പാലക്കാട്ട് മത്സരിക്കുമെന്നാണ് അറിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ മറ്റേതെങ്കിലും സേഫായിട്ടുള്ള ഇടത്തേക്ക് കൊണ്ടുപോകും. പത്തനംതിട്ട ജില്ലയിലേക്ക് കൊണ്ടുപോകില്ല. കാരണം പത്തനംതിട്ട ജില്ലയിൽ അദ്ദേഹത്തിന് വലിയ എതിർപ്പാണ്. അവിടെ ഒരു മണ്ണാങ്കട്ടയും ചെയ്തിട്ടില്ല. ചുമ്മാ ചാനൽ ചർച്ചയിലിരുന്ന് വളവള വർത്തമാനം പറയുന്നതല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഷാഫിയെ സംബന്ധിച്ചിടത്തോളം പാലക്കാടുമായിട്ട് വലിയ ബന്ധമുണ്ട്. അതുകൊണ്ട് ഷാഫി പാലക്കാട്ടേക്ക് വരുന്നു. കാസർഗോഡ് മണ്ഡലത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ, അദ്ദേഹത്തിന് ഇനിയും കേരള രാഷ്ട്രീയത്തിൽ വന്നാൽ കൊള്ളാമെന്നുണ്ട്. 2 തവണയായിട്ട് MP ആണ്. ഒരു തരംഗത്തിനിടയിൽ അങ്ങ് ജയിച്ചു പോയതാണ്. അല്ലെങ്കിൽ നിൽക്കുന്നിടമെല്ലാം തോറ്റിട്ടുള്ള ചരിത്രം മാത്രമേ രാജ്മോഹൻ ഉണ്ണിത്താനുള്ളൂ. അദ്ദേഹം കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഉദുമയിൽ നിന്ന് മത്സരിക്കുമെന്നാണ് അറിയുന്നത്. അതുപോലെ മറ്റു വരണമെന്ന് ആഗ്രഹിക്കുന്നു, വരേണ്ടതുമായിട്ടുള്ള ഒരാളാണ് അടൂർ പ്രകാശ്. കോന്നിയിൽ MLA ആയിരുന്നു.
അവിടുന്നാണ് പിടിച്ച് ആറ്റിങ്ങൽ കൊണ്ടുവന്ന് നിർത്തി ജയിപ്പിച്ചത് 19ലും പിന്നെ 24ലും. അദ്ദേഹം കോന്നിയിൽ നിന്ന് ആറ്റിങ്ങലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അത് ആ മണ്ഡലം CPIM-ന്റെ കയ്യിലായിപ്പോയി, വട്ടിയൂർക്കാവിലെ കാര്യം പറഞ്ഞതുപോലെ. അതുകൊണ്ട് അടൂർ പ്രകാശ് UDF-ന്റെ കൺവീനർ കൂടിയാണ്, പിന്നെ ഒരു ഈഴവ പ്രാതിനിധ്യവും കൂടി ഉറപ്പുവരുത്തണം. അതുകൊണ്ട് അടൂർ പ്രകാശിനെ കേരള രാഷ്ട്രീയത്തിലേക്ക്, സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനാണ് പാർട്ടി തീർച്ചപ്പെടുത്തുന്നത്. മറ്റുള്ളവർക്ക് അനുമതി കൊടുത്തില്ല എങ്കിൽ പോലും അടൂർ പ്രകാശിന് ഇക്കാര്യത്തിൽ അനുമതി കിട്ടും എന്ന് തന്നെയാണ്. അടൂർ പ്രകാശ് കോന്നിയിൽ നിന്ന് തന്നെ മത്സരിക്കുകയും ചെയ്യും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കാൻ പോകുന്നത് ഡോക്ടർ ശശി തരൂരായിരിക്കുമെന്ന്. തരൂര് കോൺഗ്രസുമായിട്ട് അല്പസമയം ഇടഞ്ഞൊക്കെ നിൽക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ചെയ്യുന്നത്. പെരുന്നയിലെ പോപ്പും ഒക്കെ ആയിട്ട് വലിയ സൗഹൃദത്തിലാണ്. പെരുന്നയിലെ പോപ്പ് ഡൽഹി നായരായിട്ടും നല്ല നായരായിട്ടും ഒക്കെ അംഗീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ തിരുവനന്തപുരം സെൻട്രലിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തരൂരായിരുന്നു മുൻപന്തിയിൽ നിന്നത്. തൊട്ടു പിന്നാലെ BJP ഉണ്ട്. തിരുവനന്തപുരം സെൻട്രൽ മത്സരിക്കുമെന്നാണ് അറിയുന്നത്. അപ്പോൾ ഈ കൂട്ടത്തോടെ ഇനി പോരുകയാണ്. 14 MP-മാരാണ് കോൺഗ്രസിനുള്ളത്, 2 മുസ്ലിം ലീഗ്, പിന്നെ 1 വന്നിട്ട് RSP, 1 കേരള കോൺഗ്രസ് ജോസഫ് ഫ്രാൻസിസ് ജോർജ്, പിന്നെ 2 ഉള്ളതിൽ 1 BJP-യും മറ്റൊന്ന് ആലത്തൂരിൽ നിന്ന് രാധാകൃഷ്ണനുമാണ്. അപ്പോൾ 14 MP-മാരും കൂട്ടത്തോടെ ഇങ്ങ് പോന്നു കഴിയുമ്പോൾ മിക്കവാറും ഇത് മുഴുവന് ജയിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു UDF തരംഗത്തിൽ കയറിപ്പോയാൽ ഒരു വലിയ ഒരു തെരഞ്ഞെടുപ്പ് തന്നെ ആയിരിക്കും പിൽക്കാലത്ത് 2026 കഴിയുന്ന ഉടൻ തന്നെ വരിക. പക്ഷേ ഇതിന് ഹൈക്കമാൻഡ് അതിൻ്റെ അടുക്കലേക്ക് ഈ ഒരു തീരുമാനം പോയിട്ടില്ല ഈ തരത്തിൽ. പക്ഷേ ഈ MP-മാരൊക്കെ അവരവർ എടുത്തിരിക്കുന്ന ആ മണ്ഡലം, നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. കാരണം ഈ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളെ അങ്ങ് സേവിച്ച് മറിക്കാമെന്നുള്ളത് കൊണ്ടല്ല. ഇവർക്ക് ഇത് പലരും ഇനിയിപ്പോൾ കടൽ കിഴവന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് പിന്നെ യുവനേതൃത്വത്തിനെ ഏൽപ്പിക്കുന്ന ഒരു പരിപാടി കോൺഗ്രസ്സുകാരുടെ ഇടയിൽ ഇല്ലല്ലോ. ഇനി ഇതാ ഇപ്പോൾ PJ കുര്യനും വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുന്നുണ്ടെന്ന് അറിയുന്നു. പിന്നെ തിരുവല്ല മണ്ഡലത്തിൽ നിന്ന് ക്രൈസ്തവ മേഖലയാണ്, മർത്തോമാ സഭയുടെ ആസ്ഥാനമാണ്. എല്ലാ സൗഭാഗ്യങ്ങളും കോൺഗ്രസിൽ നിന്ന് അനുഭവിച്ച് കഴിഞ്ഞിട്ടും പിന്നെയും സ്ഥാനമാനങ്ങൾ ഇങ്ങനെ തേടി നടക്കുകയാണ്. അങ്ങനെയുള്ള ഒരാളാണല്ലോ KV തോമസ്. കോൺഗ്രസിൽ നിന്നെല്ലാം അനുഭവിച്ച് അത് പോരാഞ്ഞ് പിന്നെ അദ്ദേഹം പിണറായിയുടെ കാൽക്കൽ പോയി വീണു, പിടിച്ച് ഡൽഹിയിലിരുത്തി. ഇവിടെ സുധാകരൻ പറഞ്ഞതുപോലെ, G സുധാകരൻ പറഞ്ഞതുപോലെ വലിയൊരു ലക്ഷങ്ങളാണ് ശമ്പളം പറ്റുന്നത്, പെൻഷനും എല്ലാം കൂടെ. ഇയാൾ ഇതെല്ലാം കൊണ്ടുപോയി പുഴുകി തിന്നുകയാണ് എന്ന് ചോദിച്ചില്ലേ? അപ്പോൾ ഈ വലിയൊരു പട തന്നെ കോൺഗ്രസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മത്സരിക്കാൻ വരുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയം ആകെക്കൂടുന്ന് ഇളകി മറിയാൻ പോവുകയാണ് എന്ന് അർത്ഥം.